ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് പോയിട്ട് അടി വാങ്ങിയതൊക്കെ ക്ലിഫ് ഹൗസിലേക്കാണ് നമ്മൾ മാർച്ച് ചെയ്തത്. അതായത് ADGPയുടെ ഓഫീസിലേക്കല്ല പോകേണ്ടത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഞങ്ങളുടെ സമരം ക്ലിഫ് ഹൗസിലേക്കായിരുന്നു. അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാം നമ്മൾ പോൺസ് എന്ന് പറയും, ചെസ്സിലൊക്കെ ഉള്ള പോൺസാണ് ഇവർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത്. ശരിയായ രാജാവ് എന്ന് പറയുന്നത് അത് ക്ലിഫ് ഹൗസിലായിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം എടുക്കുന്ന നിലപാടാണ്. അത് ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് മാധ്യമപ്രവർത്തകർ. ഇപ്പം നിങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി എന്താണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ ആരുടെയൊക്കെ പിണിയാളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മീഡിയ പോലും സംസാരിക്കാൻ പാടില്ല. മീഡിയ ഈ കാര്യങ്ങൾ പറയാൻ, അതായത് അദ്ദേഹത്തിനെതിരെയുള്ള ചർച്ചകൾ പോലും പാടില്ല എന്ന് പറയുമ്പോൾ ഒരു ഏകഛത്രാധിപതിയായി മാറി എന്നുള്ളതാണല്ലോ. ഇനി പാർട്ടിയുടെ ആളുകൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ല. ഞങ്ങളിപ്പം ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ തലത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ്. ഇത് അത് UDF എടുക്കേണ്ട തീരുമാനമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള മറ്റ് ഏജൻസികളെല്ലാം സ്വാധീനിക്കാൻ സാധിക്കും. അത് UDF തീരുമാനിക്കേണ്ട കാര്യമാണ്, UDF ആലോചിക്കേണ്ട കാര്യമാണ്. അതുതന്നെ അത് UDF ഇരുന്നുകൊണ്ട് ആലോചിക്കേണ്ട. ഏതായാലും അസംബ്ലി തുടങ്ങുകയാണ് 7-ാം തീയതി. 4-ാം തീയതി ഒരു റെഫറൻസ് ഡേ ആണ്. ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൻ്റെ മാത്രം ചർച്ചയാണ് 4-ാം തീയതി. 7-ാം തീയതി മുതൽ അസംബ്ലി ആരംഭിക്കുകയാണ്. അസംബ്ലിയിൽ അതിശക്തമായി UDFൻ്റെ നിലപാടെന്താണെന്ന് നമ്മൾ അവിടെ ഒന്നുകൂടി ഉറപ്പിച്ച് അവതരിപ്പിക്കും. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ആ മുന്നണിയിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുന്നണിയിലേക്ക് വരണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഓരോ ആളുകൾ പറയേണ്ട കാര്യമല്ല. അത് ഐക്യ ജനാധിപത്യ മുന്നണി ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതല്ലല്ലോ, ആദ്യം ഇത്ര അധികം പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്നു. ആ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെ അവർക്ക് ഇടതുപക്ഷ മുന്നണിയിൽ തുടരാൻ പറ്റുമെന്നുള്ള ചോദ്യം അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്.